السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم وبارك على هذا النبي العظيم الذي أرسلته رحمة للعالمين. إن يريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يسألونك عن الساعة أيان مرساها. ബഹുമാനരായ സത്യവിശ്വാസികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ലോകാവസാനത്തിന് മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന ധാരാളം അലാമാത്തുകൾ, അടയാളങ്ങൾ, അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദമായി നിരവധി ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ ദർസിൽ നാം അമാനത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുമെന്നും സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാവുകയില്ല എന്നും ആ കാലഘട്ടത്തിൽ അവരെ നയിക്കുന്ന നേതാക്കന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ അവർ ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾ തഖ്വയോടുകൂടി സത്യസന്ധതയോടുകൂടി പരമാവധി ഈമാൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജീവിക്കണമേ എന്ന് ആ ഹദീസുകളിലൂടെ നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഇനി അതിനോടനുബന്ധമായ ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി ഇന്നത്തെ ദർസിൽ സൂചിപ്പിച്ചുകൊണ്ട് ചെറിയ ഒരു വിശദീകരണം നൽകുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഉഹദ്ദിസുകും ഹദീസൻ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹദ്ദിസു അൻ ബഅദി. എനിക്ക് ശേഷം മറ്റാരും നിങ്ങളോട് പറയാത്ത ഒരു കാര്യം, എനിക്ക് ശേഷം മറ്റാരും നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ലാ തഖൂമ സ്സാഅ, ലോകം അവസാനിക്കുകയില്ല, അഥവാ ലോകാവസാനം കടന്നു വരികയില്ല. ഔ ഖാല ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, അല്ലെങ്കിൽ ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, 10 അടയാളങ്ങൾ കടന്നു വരാതെ. അപ്പം ലോകം അവസാനിക്കുകയില്ല, ഈ പറഞ്ഞ 10 അടയാളെങ്കിലും കടന്നു വരാതെ. അപ്പോൾ ഏതാണ് ഈ 10 അടയാളങ്ങൾ? അതിൽ ഒന്നാണ് അൻ യുർഫഉൽ ഇൽമ്, അള്ളാഹു ഇൽമിനെ ആകാശത്തേക്ക് ഉയർത്തും. അപ്പോൾ ഈ ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്വാലിഹീങ്ങളായ സത്യസന്ധരായ നല്ല പ്രമാണങ്ങളിൽ നിന്ന്, അതിൻ്റെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് ദുർവ്യാഖ്യാനം ചെയ്യാതെ ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുന്ന നല്ല നല്ല ആലിമ്യങ്ങൾ എന്ത് ചെയ്യാണ്? വേഗം മരിച്ചു പോകും. അതാണ് ഇൽമിനെ ഉയർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലിമ്യങ്ങളില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് നല്ല ആലിമ്യങ്ങൾ നഷ്ടപ്പെടുക, അതാണ് ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞത്. പിന്നെ യദ്ഹുറുൽ ജഹ്ല്, അപ്പോൾ എന്ത് ചെയ്യും? ജഹാലത്ത് ഇവിടെ വ്യാപകമാവും, ജഹ്ല് ഇറങ്ങും. ഇൽമു ഉയരുമ്പോൾ ജഹ്ല് അഥവാ എന്ത് ചെയ്യും? അന്ധത ഇവിടെ ഇറങ്ങും. അപ്പോൾ യശ്റബുൽ ഖംർ, മദ്യപാനം, അത് കള്ളുകുടി, അത് ഉണ്ടാകും. അതേപോലെ യഫ്ഷു സിന, വ്യഭിചാരം സാർവത്രികമാകും, അത് വർദ്ധിക്കും. അപ്പോൾ ഈ പറഞ്ഞ മദ്യപാനം, വ്യഭിചാരം പോലെയുള്ള സാമൂഹ്യ തിന്മകൾ ഇവിടെ എന്ത് ചെയ്യും? വർദ്ധിക്കും. മാത്രമല്ല യുഖില്ലു റിജാൽ, പുരുഷന്മാരുടെ എണ്ണം വളരെ കുറയും. തക്സിറു നിസാ, സ്ത്രീകളുടെ എണ്ണം വ്യാപകമാവും ചെയ്യും. ഇന്നും അങ്ങനെ തന്നെയാണ്. കണക്കുകൾ നോക്കുമ്പോൾ സ്ത്രീകളാണ് ഭൂരിപക്ഷം ഉള്ളത്, പുരുഷന്മാർ കുറവാണ്. ഇനി വരും കാലങ്ങളിൽ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായ യുദ്ധങ്ങൾ, ഇമാം മഹദി റളിയല്ലാഹു അൻഹു വന്നു കഴിഞ്ഞാൽ ഫുള്ള്
ഏകദേശം ഒരുപാട് വർഷങ്ങൾ യുദ്ധം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായി തന്നെ ഇനിയും ഇഷ്ടം പോലെ യുദ്ധങ്ങൾ ഇവിടെ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. അതിലെല്ലാം മരണപ്പെടുന്ന ആരാണ്? പുരുഷന്മാരാണ്. അപ്പോൾ കൂടുതൽ സ്ത്രീകളും പുരുഷന്മാർ കുറവുമായും. എന്നിട്ട് ഒരു കണക്ക് പറഞ്ഞു ഹദീസിൽ, ഹത്താ യഖൂൻ അലി 50 ഇംറഅത്തിൻ പിന്നെ ഖയ്യിമൻ വാഹിദ, അതായത് ഒരു 50 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന തോതിൽ. അപ്പോൾ ഒരു പുരുഷൻ 50 സ്ത്രീകൾ എന്ന തോതിൽ എന്ത് ചെയ്യും? സ്ത്രീകൾ വർദ്ധിക്കും, പുരുഷന്മാർ കുറയും ചെയ്യും. അപ്പോൾ പിന്നെ ഇവിടെ ലൈംഗിക അരാജകത്വങ്ങൾക്ക് പിന്നെ യാതൊരു കണക്കും കയ്യും ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ. സ്ത്രീകൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ തിന്മകൾ വ്യാപകമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. മാത്രമല്ല ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം നോക്കൂ നിങ്ങൾ. യാ മഅശറൽ മുഹാജിരീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയാണ്, ഏ മുഹാജിർ സമൂഹമേ, അഥവാ സഹാബികളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന അഊദു ബില്ലാഹി അൻ തുദ്രികുഹുന്ന, അതായത് 5 പരീക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതിശക്തമായ 5 പരീക്ഷണങ്ങൾ അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തിനാണ്? അഊദു ബില്ലാ, ഞാൻ അള്ളാഹിനോട് രക്ഷ തേടുകയാണ്, അൻ തുദ്രികുഹുന്ന, ഈ മുസീബത്ത് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ. അത് നിങ്ങളെ കാലത്ത് ഈ പറഞ്ഞ 5 മുസീബത്ത് നിങ്ങൾക്ക് ഇറങ്ങാതെ ഇരിക്കാൻ ഞാൻ അള്ളാഹിനോട് രക്ഷ തേടുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം തൽഹറുൽ ഫവായിഷതു മിൻ ഖത്തു ഹത്താ യഅ്ലിനു ബിഹാ, അതായത് ഒരു സമൂഹത്തിൽ ഫവായിഷത്ത് പ്രകടനമായാൽ ആ സമൂഹത്തിൽ അത് പ്രചരം നേടിക്കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഫവായിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൈംഗിക അരാജകത്വങ്ങൾ, വൃത്തികെട്ട സെക്സുകൾ, അത് ഏത് രൂപത്തിലാകാം. ആണും പെണ്ണും ആണും, വിവാഹത്തിന് മുമ്പുള്ള ആണും പെണ്ണുകളും, അതേപോലെ തന്നെ സ്വവർഗരതിയും, അതുപോലെ തന്നെയുള്ള പല മൻഊലിയത്തും പോലെയുള്ള എല്ലാ വൃത്തികെട്ട ലൈംഗിക പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട സകല ഫവായിഷത്തുകളും ഒരു സമൂഹത്തിൽ വ്യാപകമായി കടന്നു വന്ന് തുടങ്ങിയാൽ, ഇല്ലാ ഫശാ ഫീഹി മുതഊന വലൗ ജാ അല്ലദി ലം തഖുൽ മദത് ഫീഹി ളം, മുൻഗാമികൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത മാരകമായ രോഗങ്ങൾ കൊണ്ടും അതിശക്തമായ വേദനകൾ കൊണ്ടും ആ സമൂഹത്തെ അല്ലാഹു തആല ശിക്ഷിക്കും. ഇന്ന് സത്യത്തിൽ മാരകമായ രോഗങ്ങളാണുള്ളത്. മരുന്ന് എത്ര കുടിച്ചാലും എത്ര ഹൈടെക് ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയാലും പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റാത്ത എത്രയോ രോഗാണുക്കൾ ഇന്നും ശാസ്ത്രത്തിൻ്റെ മുമ്പിലുണ്ട്, ഈ വൈദ്യശാസ്ത്രത്തിന് മുമ്പിലുണ്ട്, നാച്ചുറോപ്പതിന് മുമ്പിലുണ്ട്, മെഡിസിൻ്റെ മുമ്പിലുണ്ട്. അവർക്ക് ആ വൈറസിനെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള എയ്ഡ്സ്, സിഫിലിസ്, പിന്നെ വേദനകളാണെങ്കിലോ ഇന്ന് ശക്തമായ വേദനകളാണ് രോഗങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത മരുന്നുകൾ പോലും ലഭിക്കാൻ പ്രയാസമുള്ള രോഗങ്ങൾ കൊണ്ട് അള്ളാഹു അതിനെ ശിക്ഷിക്കുമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അതുഹ്ലികു വഫീഹിന്ന സ്വാലിഹൂൻ, നബിയെ അത് സ്വാലിഹീങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഈ രോഗമൊക്കെ വന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമോയെന്നാണ് ചോദിക്കുന്നത്. നല്ലൊരു ഇവിടെ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങനെ ഇറങ്ങുമോ എന്ന്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അത് ഇറങ്ങും. കാരണം ഇതാ കസ്റത്തുൽ ഖുബ്സ്, അന്ന് ചീത്ത മ്ലേച്ഛകരമായ കാര്യങ്ങൾ അത് അധികരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും. ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തിന്മകൾക്കെതിരെ, ഈ ആഭാസങ്ങൾക്കെതിരെ, തോന്നിയാസങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള ഒരു പ്രബോധന ദൗത്യം നിർവഹിക്കാൻ ആളുണ്ടാവില്ല. ഏറ്റവും വലിയ തിന്മയായ ശിർക്ക്, അതേപോലെ അതിന് താഴെയുള്ള ഈ പറഞ്ഞ സകല തോന്നിയാസങ്ങളും, ഇതിനെതിരെ പ്രതികരിക്കാൻ ഇന്ന് ഒരു ന്യൂനപക്ഷമല്ലാതെ എവിടെയാണ് ഭൂരിപക്ഷം ഉള്ളത്? ഇപ്പോൾ ഒരു മതസംഘടന, ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സമസ്ത പ്രസ്ഥാനം, ഇവരൊക്കെ മീറ്റിംഗ് കൂടി ഒരു സമ്മേളനം വിളിച്ച് അവിടെ ഈ പറഞ്ഞ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, വ്യഭിചാരത്തിനെതിരെ, തോന്നിയാസത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ പരിപാടി സംഘടിപ്പിച്ചാൽ തന്നെ അതിൽ വരുന്ന 99% ആൾക്കാരാരാ? അതിൻ്റെ ആളുകളാണ്. ഈ പുറത്ത് ഇത് ക്യാബറ ഡാൻസുകളും നിശാ ക്ലബ്ബുകളിലും അതുപോലെ തന്നെയുള്ള ഇത്തരമുള്ള പിന്നെ ഒരുപാട് DLs പിന്നെ ഇങ്ങനത്തെ തോന്നിയാസങ്ങളിലും പിന്നെ ആർത്തുല്ലസിക്കുന്ന, ആടി തിമിർക്കുന്ന ആളുകൾ ആരെങ്കിലും അവിടെ വന്നത് കേൾക്കുമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വിരലാണാവുന്ന അപൂർവ ആളുകൾ വരും.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിന്മകൾ അത് വർദ്ധിക്കുമ്പോൾ ഈ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദഅവത്ത് അത് നിലച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ആ സമൂഹത്തിന് മൊത്തം ബാധിക്കും. നേരെ ഒരു സമൂഹം അവിടെ ആ തിന്മക്കെതിരെ പോരാടുന്ന ഉണ്ടെങ്കിൽ ആ നാട് അള്ളാഹു ഒറ്റയടിക്ക് എന്തൂല, മൊത്തത്തിൽ വിഴുങ്ങൂല. അത് വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, മുസീബത്തും ഇല്ലാതെ, യാതൊരു ഭീഷണിയോ പേടിയില്ലാതെ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി ഉറങ്ങുന്നു, നല്ല ഫാനിൻ്റെ ചോട്ടിൽ, എ സിൻ്റെ ചോട്ടിൽ, അല്ലേ, നല്ല അന്തരീക്ഷത്തിൽ, 6 മാസം മഴ 6 മാസം വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുഖമാണ്. അതായത് ഈ ഭൂമിയിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ നിഅമത്തൊക്കെ അള്ളാഹു നമുക്ക് തരുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ അപ്പുറത്ത് ഇതേ സ്റ്റേറ്റ് പോലെയുള്ള മറ്റു സ്റ്റേറ്റുകളിൽ, ഇന്ത്യക്ക് അകത്ത് തന്നെ സ്റ്റേറ്റുകളിലും ഒരുപാട് ചേരികളിലും ജീവിക്കുന്ന ആളുകളുടെ മാരകമായ രോഗങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും അക്രമങ്ങൾക്ക് വഴിപ്പെടുന്ന അവസ്ഥകളൊക്കെ എന്താണ്, അതിൽ കഴിഞ്ഞവന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മര്യാദക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവിടെ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, പ്രബോധന കർമ്മം നിർവഹിക്കുന്ന മത പ്രസ്ഥാനമുണ്ട് എന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞമ്മക്കും വരും. ഒരു കവി പറഞ്ഞല്ലോ, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുഖഉൻ വസിബിയത്തും മിനൽ യതാമാ റുല്ലഉ വമഹ്മലാത്തിൽ ഫലാത്തി റുത്തഉ സുബ്ബു അലൈക്കുമുൽ അദാബിൽ ഔജഉ. എന്താണ് ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുഖഉൻ? ഇവിടെ നമസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ദിക്റെടുത്ത് ഖുർആൻ ഓതി അങ്ങനെ 5 വക്ത് നിസ്കാരം ആ തസ്ബീഹും സ്വലാത്തൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന കുറച്ച് വയോവൃദ്ധന്മാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, എന്നാൽ നമ്മളെ പെരിയിലൊക്കെ ഒരു വല്യമ്മയും നമ്മളെ പള്ളിക്കൽ നിസ്കരിക്കാനും 3 സ്വപ്പിൽ 4-5 വയസ്സന്മാരും ഇവിടെ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പായിട്ട് സമുദായത്തിന് വരും. പിന്നെ കവി പറയുകയാണെന്ത്, ഓ സിബിയത്തു മിനൽ യതാമാറുള്ളു, അതായത് മുലകുടി പ്രായത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു പോയ, വാപ്പ നഷ്ടപ്പെട്ടു പോയ യതീമായ മക്കൾ, ആ മക്കളും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനത്തെ കുറേ മക്കൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വമഹ്മലാത്തിൽ ഫലാത്തി റുത്തഉ, ഉടമസ്ഥന്മാരില്ലാതെ ഓരങ്ങളിൽ മേഞ്ഞു നടക്കുന്ന നാക്കാലികൾ, മുണ്ടാപ്രാണികൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ പള്ളിയിലിരുന്ന് 1-ാമത്തെ സഫിലിരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചെയ്യുന്ന പാവപ്പെട്ട കുറേ വയസ്സന്മാരും, നിസ്കാരപ്പായിലിരുന്ന് ദിക്ർ ചൊല്ലുന്ന അള്ളാനെ പിടി കുറച്ച് വല്യന്മാരും, അതേപോലെ തന്നെ എത്തി മക്കളായ കുറേ മുലകുടി പ്രായമുള്ള കുട്ടികളും ഉടമസ്ഥന്മാരില്ലാതെ മേഞ്ഞെടുക്കുന്ന ആക്കാരികളൊക്കെ ഉള്ളത് കൊണ്ടാണ് റബ്ബ് എന്ത് ചെയ്യാത്തത്, ആ പ്രദേശം ഒന്നായിട്ട് നശിപ്പിക്കാത്തത്. ഇല്ലെങ്കിൽ സുബ്ബു അലൈക്കുമുൽ അദാബിൽ ഔജഹു, ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷകളെ മൂർത്താവൽ വന്നു വീഴുമെന്ന് കവിതകളിലൂടെ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചിരുന്ന വരിയാണത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ത്, ലം തക്കുൽ മലത്ത് ഫീഹി ളുലം, അതായത് നിങ്ങൾക്ക് മാരകമായ വേദനകളും രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ നല്ല ഉണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടുന്നത് കൊണ്ട് അവിടെ കസറത്തുൽ ഖുബ്സ് വർദ്ധിച്ചു, തിന്മകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒരു സമൂഹത്തിൽ തിന്മ വർദ്ധിക്കാൻ അനുവദിക്കാത്ത വിധം നമ്മൾ അഹോരാത്രം എന്ത് ചെയ്യണം, നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പ്രബോധന കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുകയും നമ്മൾ പരമാവധി സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഉണർത്തുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണെന്ന്, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ ആളുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന വഴികളിലൂടെ തന്നെ ആണും പെണ്ണും മൃഗങ്ങൾ ഇണചേരുന്നത് പോലെ ഒരു ലജ്ജയുമില്ലാതെ ഇണചേരുന്ന കാലം വരുന്നതാണ്. അന്ന് അതിൻ്റെ അടുത്തു കൂടെ പോകണ ഒരാൾ പറയുന്നത്, ആ ഒരു ചെറിയൊരു തൂണിൻ്റെ മറിക്കെങ്കിലും നിന്നൂടെ, അല്ലെങ്കിൽ അപ്പുറത്ത് ആ ചുമരിൻ്റെ ഒരു മറിക്കൊന്ന് നിന്നൂടെ, അല്ലെങ്കിൽ ആ കാറിൻ്റെ ഗ്ലാസ് ഒന്ന് പൊന്തിച്ചൂടെ, എന്നിട്ട് ചെയ്താൽ പോരത്, മനുഷ്യന്മാർ കാണില്ലേ എന്ന് അന്ന് ഒരുത്തൻ പറയുമെങ്കിൽ അവൻ ആ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ ദറജായിരിക്കുന്ന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയബ്ഖാ ശിറാറും മിനന്നാസ്, ജനങ്ങളിൽ വളരെ മോശപ്പെട്ട ആളുകൾ ബാക്കിയാകും. യതഹാറജൂന ഫീഹാ, അന്ന് അവർ മാർക്കറ്റിൽ, പാർക്കുകളിൽ, പൊതുസ്ഥലങ്ങളിൽ അവരിങ്ങനെ നാക്കാലികളെപ്പോലെ വിഹരിക്കുന്നതാണ്. തഹാറജൽ ഹുമൂരി, എന്നിട്ട് കഴുതകൾ ഇണചേരുന്നത് പോലെ അവർ ഇണചേരും. 1400 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ടത് അല്ലേ. ലാ തഖൂമ സാഅ, വീണ്ടും ഹദീസിൽ തുടരാണ്, അന്ത്യനാൾ ലോകാവസാനം സംഭവിക്കുകയില്ല.
ഹത്താ യതസാഫദൂന ഫി ത്വരീഖി തസാവദുൽ ഹമീർ. പൊതുവഴികളിൽ കഴുതകൾ, നായ്ക്കളൊക്കെ കണ്ടില്ല നമ്മളങ്ങ് അങ്ങാടി പോകുമ്പോൾ മാർക്കറ്റിൽ ആണ് കയറും, പിന്നെ തമ്മിൽ അവരെന്ത് ചെയ്യാണ്, മാറ്റ് ചെയ്യുമ്പോൾ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്രയോ നേരം അവരങ്ങനെ നിൽക്കണം, ആളുകൾ കാണുന്നു. അവർക്ക് വല്ല ഉൾപ്പോസീനും അന്തും കഥയുണ്ടോ? ഇല്ല. ഇതുപോലെ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപതിക്കുകയാണ്. കാരണം അവർക്ക് അല്ലാഹു തആല എന്ത് കൊടുത്തിട്ടില്ല? അഖിൽ കൊടുത്തിട്ടില്ല. അഖിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ് അഖിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ തക്ലീഫ്, അതുമില്ല. തക്ലീഫ് പറഞ്ഞാൽ എന്താണ്? മുക്കല്ലിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം എന്നുള്ളത് വേർതിരിച്ചറിയണമെങ്കിൽ അത് നാക്കാലികൾക്ക് അറിയില്ല. അത് പിന്നെ പഠിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മണം പിടിക്കുന്ന നായയും മരം വലിക്കുന്ന ആനയും അതേപോലെ തന്നെ പിന്നെ റാഞ്ചി കൊണ്ടുവരുന്ന പക്ഷികളും അതുപോലെ പിന്നെ വേട്ടനായ്ക്കളൊക്കെ ഉണ്ടാവും. അതെല്ലാം എന്താണ്? മീനാകട്ടെ ഡോൾഫിനാകട്ടെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. മനുഷ്യൻ പരിശീലിപ്പിക്കുമ്പോൾ കിട്ടുന്ന അവരെ ഫിത്രത്തിൽ അല്ലാഹു തആല കൊടുത്തൊരു നൈസർഗിക ബോധം ഉണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആലയെ പരിചയപ്പെടുത്തിയല്ലോ. വമാ റബ്ബുക്കുമാ യാ മൂസ, ജി പറഞ്ഞ പടച്ചോൻ ആരാണ് മൂസ? ഖാല റബ്ബുനല്ലദീ അതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖാല മൂസ അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബുനല്ലദീ, എൻ്റെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അതാ കുല്ല ഷൈഇൻ ഖൽഖഹു, ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. സുമ്മഹദ, എന്നിട്ട് അതിന് ഓരോന്നിനും ഹിദായത്ത് കൊടുത്തു, ഗൈഡൻസ് കൊടുത്തു, എങ്ങനെയൊക്കെ ചലിക്കണമെന്നുള്ളത്. അതാണ് ഓരോ ഉറുമ്പാകട്ടെ, ഒരു ചെറിയ കൃമികീടങ്ങളാകട്ടെ, വലിയ മത്സ്യങ്ങളാകട്ടെ, മൃഗങ്ങളാകട്ടെ ഒക്കെ അവർക്ക് അല്ലാഹു നൽകിയൊരു നൈസർഗികമായ ബോധമുണ്ട്. അതായത് അവരെ രക്തത്തിൽ മജ്ജയിൽ ഊട്ടി ഉറപ്പിച്ചൊരു ഫിത്രത്തുണ്ട്. ആ ഫിത്രത്ത് അവർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനും ജിന്നിനും എന്തുണ്ട്? മനുഷ്യനും ജിന്നിനും സ്വമതിയത്വമുണ്ട്, ഇഖ്തിയാറുമുണ്ട്. സ്വയം ഒരു കാര്യം ചെയ്യാനും വേണോ വേണ്ടതെന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മറ്റുള്ളവർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിരുന്നത്. ഒരു പിന്നെ കഥയാണ് കേട്ടോ. അറബി ഗ്രന്ഥങ്ങളിൽ ഈ ഗുണപാഠ കഥകൾ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വായിക്കലുണ്ടല്ലോ. ഇപ്പം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലകഥകൾ, ഗുണപാഠ കഥകൾ എന്നൊക്കെ പറയും. അതേപോലെ അറബികളിലും ഗുണപാഠ കഥകളുണ്ടാവും. ആ ഗുണപാഠ കഥകൾ നമ്മൾ പറയണത് ഇതിലേക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ ഹദീസ് പോലെ ആയത്ത് പോലെ ഞാൻ ഇതിൻ്റെ സനത് ഏതാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് സനത് ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു കഥ ഉണ്ട്. ആ കഥ ഞാൻ പണ്ട് വിശദീകരിച്ചതാണ്, അപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് അല്ലാഹു തആല ആദ്യം പിന്നെ കഴുതയെ സൃഷ്ടിച്ചു, പിന്നെ നായയെ സൃഷ്ടിച്ചു, പിന്നെ കുരങ്ങിനെ സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ പറഞ്ഞ കഴുതയും നായയും കുരങ്ങും ഒക്കെ അവർക്ക് അല്ലാഹു തആല കൊടുത്ത മാക്സിമം ആയുസ്സുണ്ട്. ആ ആയുസ്സൊക്കെ അവർ വേണ്ടാന്ന് പറഞ്ഞു. 55 കൊല്ലം അവർ വാങ്ങിയത്. ഒരാൾക്ക് 25 കൊടുക്കാനപ്പോൾ വേണ്ട, എനിക്ക് 5 മതി എന്നാണ്. 20 അല്ല ഒഴിവാക്കി. നായക്ക് 20 കൊടുക്കാനപ്പോൾ എനിക്ക് വേണ്ടാറ് 15 ഒഴിവാക്കി കൊടുത്ത് 5 കൊടുത്തിട്ടുള്ളൂ. കുരങ്ങിന് 10 കൊടുക്കാമെന്നാണ്, അത് വേണ്ടാറ് 5 കൊടുത്തിട്ടുള്ളൂ. മനുഷ്യൻ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് 25 വയസ്സ് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ കണ്ട പ്രപഞ്ചം, ഈ ദുനിയാവ് മുഴുവനും അനക്കുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ അവൻ പറഞ്ഞെന്താ, പഠിച്ചോൻ 25 കൊല്ലം കൊണ്ട് ഇത് ആസ്വദിച്ച് തീരൂല, എനിക്ക് കൂടുതൽ വേണം. മറ്റു നാക്കാലികളായ ബുദ്ധിയില്ലാത്ത നാക്കാലികളൊക്കെ വയസ്സ് കുറച്ചാണ് ചോദിച്ചത്, മനുഷ്യനോ കൂടുതൽ ചോദിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ കഴുതക്ക് ബാക്കി വെച്ചിരുന്ന 20 പേർക്ക് കൊടുത്ത്, പിന്നെ നായ്ക്ക് ബാക്കി വെച്ചിരുന്ന 15 കൊടുത്ത്, കുരങ്ങിന് ബാക്കി വെച്ചിരുന്ന 5 കൊടുത്ത്, അങ്ങനെ 75 വയസ്സായിട്ട് ഭൂമിക്ക് വന്ന ആൾ പിന്നെ കഴുതനെ പോലെ നായെ പോലെ കുരങ്ങിനെ പോലെ തന്നെയാണ് പിന്നെ അവൻ ജീവിക്കുന്നത്. അതേ ജീവിതമാണ്. കുടുംബത്തിനും കൂട്ടത്തിനും വേണ്ടി 25 വയസ്സാണ് അവനക്ക് അടിച്ചു പൊളിക്കാൻ കൊടുത്ത പ്രായം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രായം? 25 മുതൽ ഏകദേശം 50 വയസ്സ് വരെ, 55-60 വയസ്സ് വരെ അവന് നയിക്കുന്ന കാലമാണ്. പിന്നെ അവനക്ക് 50 വയസ്സ് വരെ നയിക്കുന്ന കാലമാണ് ചുരുങ്ങിയത്, ഏറ്റവും മിനിമം. മാക്സിമം പോയാൽ അതിന് മേലെ പോകും. എന്നാൽ 55 വയസ്സ് വരെ കുട്ടികൾ. അത് കഴിഞ്ഞാൽ ഒരു 60 അല്ലെങ്കിൽ 65 വയസ്സ് വരെ പിന്നെ അവൻ്റെ പണി എന്താ? നായ്ക്കളെ പോലെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ബിൽഡിങ്ങും അവൻ്റെ പേരെയും കാവലിക്കുക. മക്കളൊക്കെ ഇവിടെ ഒരു പിന്നെ മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, ദുബായിൽ, അവിടെ ഇവിടെ ബിസിനസ്സായിട്ട് UK മറ്റോടത്ത് പാറുക. അത് വാപ്പിമ്മി ഇവിടെ ഇവിടെ ഉണ്ട്. ഓലെ പണി എന്താ? അവിടെ സെക്യൂരിറ്റിക്കാരെ നോക്കുക, അവിടെ പുല്ല് കെട്ടിക്കണോ, ഇവിടെ കെട്ടിക്കണോ, അവിടുത്തെ വാടക ക്ലിയർ ചെയ്യണോ, കറണ്ട് ബില്ല് കെട്ടിക്കണോ, അതല്ല പണി. നായ്ക്കളെ പണി തന്നെ കാവലിക്കുക.
ആ കാലം കഴിഞ്ഞ് പിന്നെ കണ്ണ് കാണാതായി, മസിൽ പവർ ഇല്ലാതായി, മൂപ്പരെ കൊണ്ടൊന്നും കഴിയാതായ പിന്നെ മക്കൾ വീണ്ടും തട്ടുകൾക്ക് കുരങ്ങിൻ്റെ ആയുസിലേക്ക്. കുരങ്ങിൻ്റെ ആയുസിലെന്താ? പെരയില്ല, കൂടിയില്ല, ഈ മരത്ത് വന്ന് ആ മരത്ത് പോയി ചാടുക, ആ മരത്ത് വന്ന് ഈ മരത്ത് പോയി ചാടുക, പെരല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എന്ത് ചെയ്യും? വാപ്പാനെ ഒഴിവാക്കും മക്കൾ. വാപ്പ നിങ്ങൾ കുറച്ച് ദിവസം ഒരു മാസം കാക്കാനോട് പോയി നോളി, ഇപ്പോൾ കുറേ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ഈ സാധു ഉറയിൽ 2 കുപ്പായും 3 ട്രൗസറൊക്കെ ഇട്ടുകയാണ് എന്ത് ചെയ്യും? അവിടുന്ന് ഇവർ കൊടുക്കണം 500 ഉറുപ്പ്യ വാങ്ങിയാണ്ട് അവിടുന്ന് ഇറങ്ങും. ബസ് കയറി ആ സാധു അപ്പുറത്ത് ചെല്ലും. അപ്പുറത്ത് ചെല്ലല്ല ഒരു 5 ദിവസം നിന്ന് 10 ദിവസം മൂപ്പര് പറയുന്നത് ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകാണ്ട് നിങ്ങൾ കുഞ്ഞാത്താൻ്റെ അടുത്തൊക്കെ ഒന്ന് നോക്കിക്കോളി. അപ്പോൾ അവിടുന്ന് മൂപ്പര് പിന്നെയും 2-3 കുപ്പായ എടുത്ത് കുഞ്ഞാത്താൻ്റെ അടുത്തേക്ക് ഈ പോണ പോക്കിൽ ഇപ്പം നിറയെ വണ്ടിയിൽ ഇടിച്ചു ആൾ കയ്യും ചെയ്യും. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുക. സത്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ജീവിതം മുഴുവനും നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ്? മനുഷ്യൻ അധപ്പതിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്ത്? ഈ മൃഗങ്ങൾ ഇണചേരുന്നത് പോലെ ഇണചേരുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ ഈ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അന്നുണ്ടാകാൻ പോകുന്ന മറ്റു സാമൂഹികമായ ഒരു തിന്മ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇഷ്റബുൽ ഖംർ, മദ്യം കുടിക്കുന്ന അഥവാ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടും. അതും ഇന്ന് അങ്ങനെ തന്നെയാണ്. ഇന്നും അത് കൂടിയിട്ടുണ്ട്. നമുക്കറിയാം മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാ? മലബാറിൻ്റെ മക്ക. അറിയോ? കേട്ടിട്ടുണ്ടോ? നാടൻ ഇവിടെ പറയുന്ന ചരിത്രകാരന്മാർ പറയുന്നൊരു മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അത് പുതുപൊന്നാനിയാണ്. പൊന്നാനിയാണ് മലബാറിൻ്റെ മക്ക എന്നറിയുമ്പോൾ. കാരണം എന്താ? അവിടെ ആദ്യമായി വന്നതും പോയതുമൊക്കെ ഉണ്ടല്ലോ, മാലിക് ദീനാറും ഒക്കെ മക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നീട് സെയ്ദുൽ മഖ്ദൂം, അതുപോലെ തന്നെ ചേരമാൻ, ഇവരൊക്കെയുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മലബാറിൻ്റെ മക്കയായ പൊന്നാനി. അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മറ്റൊരു പോക്കറ്റാണ് തിരൂർ. ഈ 2 സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മാപ്പിളാരുള്ളത്. ഇവിടെ തന്നെയാണ് കേരളത്തിൽ 2ാം സ്ഥാനം കള്ളുകുടിയന്മാരിലുള്ളത്. 1ാം സ്ഥാനം ഇവിടെ കേരളത്തിൽ 1ാം സ്ഥാനം കൊടുക്കുക മദ്യപാനത്തിൽ. കേരളത്തിൽ തിരൂരോ? അല്ല, ചാലക്കുടി എന്ന പേരിനെ ഒന്ന് എന്തുകൊണ്ടാണ്? ചാലിട്ട് കുടിക്കുക എന്നാണ്. ചാലിയുടെ മദ്യം ചാലിട്ട് കുടിക്കുകയാണ്. അത്രത്തോളം മദ്യപാനികൾ ഉള്ള സ്ഥലമാണ് ചാലക്കുടി. 2ാം സ്ഥാനമാണ് മലപ്പുറം, അത് പൊന്നാനി, തിരൂർ. കേരളത്തിലൊരു ദിവസം മാത്രം ഏകദേശം 94.5 കോടി രൂപയുടെ മദ്യം വിൽക്കുന്നുണ്ട്. എത്ര? 94 കോടി ഒരു ദിവസത്തെ കണക്കായി പറഞ്ഞത്. ഓണം, അതുപോലെ വിഷു, ന്യൂ ഇയർ, ഇതൊക്കെ അതിൻ്റെ പുറമെ അത് കണക്കാക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നു. അതിൻ്റെ എത്ര കോടി ഉണ്ടാവും. പിന്നെ മുസ്ലിം സമുദായത്തിലും അതുപോലെ മറ്റു സമുദായങ്ങളൊക്കെ ഉള്ള വിവാഹത്തിൻ്റെ തലേ ദിവസങ്ങൾ, അതൊക്കെ കണക്കൂട്ടുമ്പോൾ അതിനേക്കാളും ഒരു ആവറേജ് ഒരു ദിവസം 94 കോടിയുടെ മദ്യം കേരളത്തിൽ വിൽക്കുന്നുണ്ട്. ബീവറേജ് കോർപ്പറേഷൻ്റെ കണക്കാണ്. വാറ്റുചാരായും കള്ളത്തരത്തിൽ കുടിക്കണതും വേറെ. ഇതിപ്പോൾ കണക്കുള്ളതാണ് ഈ പറയുന്നത്. ബില്ല് എഴുതിയ കണക്കാണ് ഈ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 13-14 കോടിയാണ് അതിൽ ചാലക്കുടിക്ക് സ്ഥാനമുള്ളത്. 13-14 കോടി ഓളം ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഒരു ദിവസം കുടിക്കാൻ പൈസ ചിലവാക്കുന്നുണ്ട്. മലപ്പുറത്ത് അതുപോലെ തന്നെ ഏകദേശം അതിൻ്റെ താഴെ കോടികൾ ഒരു ദിവസം ചിലവാകുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅനല്ലാഹുൽ ഖംറ വശാരിബഹാ വസാഖിയഹാ വബാഇയഹാ വമുബ്തഅഹാ വആസിറഹാ. ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു ലഹരിയെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വശാരിബഹാ വസാഖിയഹാ വബാഇയഹാ വമുബ്തഅഹാ വആസിറഹാ. അതായത് മദ്യം കുടിക്കുന്നവനെ, അത് കുടിപ്പിക്കുന്നവനെ, അതിന് വേണ്ടി ബിൽഡിങ് വാടക കൊടുത്തവൻ, അതിൻ്റെ സപ്ലയർ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. വ മഹ്മൂലത്തിൻ ഇലൈഹി വ ആക്കില സമനിഹാന. എല്ലാവരും അതിൽപ്പെട്ടു. മദ്യം വിളമ്പി കൊടുക്കണവന്, അതിനുവേണ്ടി വേദി ഉണ്ടാക്കിയവർ, അല്ലേ? ഇപ്പോൾ DJ പാർട്ടി, കല്യാണത്തിൻ്റെ തലേന്ന്, ഇതൊക്കെ ആരാ ഉണ്ടാക്കണത്? നമ്മുടെ സമുദായം തന്നെയാണ്. ആ കല്യാണ തലേന്ന് ഈ ചെക്കൻ്റെ വകയാണ് ആർക്ക്? അവൻ്റെ സ്നേഹിതന്മാർക്ക് കള്ള്. ബാപ്പി ഇമ്മിയും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് തലേന്ന് കല്യാണ വീടുകളിൽ മദ്യപിക്കുന്ന സംസ്കാരം വന്നിട്ടുണ്ട്.
കല്യാണം കഴിഞ്ഞിട്ട് സംസാരം, ടൂറ് പോയി കഴിഞ്ഞാൽ സംസ്കാരം, അങ്ങനെ വാപ്പ ഇമ്മ മകൻ എന്നുള്ള ആ ഒരു ഈ പറഞ്ഞ ഇസ്ലാമികമായ ആ ഒരു ഫിത്രത്തും ബന്ധങ്ങളൊന്നും ഇന്നില്ല. ഇന്നൊക്കെ സോഷ്യലാണ്, ഇന്നെല്ലാം സോഷ്യൽ റിലേഷൻഷിപ്പുകളാണ്. അങ്ങനെ ഒരു കുടുസായ രീതിയില്ല, ഒക്കെ തുറന്ന രൂപത്തിൽ തോന്നിയവനൊക്കെ തോന്നിയ രൂപത്തിൽ വഴിവിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കൈകളിൽ ഇന്നുള്ള ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സൗകര്യങ്ങൾ തന്നെയാണ്. നാം അടങ്ങുന്ന സമൂഹം. ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ മറ്റോലൊക്കെ കുറ്റക്കാർ, നമ്മളൊക്കെ 100 മുസാഫിൽ നടക്കണ്ടാവും, അങ്ങനെ അർത്ഥത്തിലല്ലേ ഈ പറയുന്നത്. ഞാൻ എന്നോടായി പറയുന്നത്. അതുപോലെ ഓരോരുത്തരുടെ നഫ്സിനോടാണ് പറയേണ്ടത്. അല്ലാതെ നമ്മൾ സമൂഹത്തിന് മൊത്തം ഇങ്ങനെ ചൂണ്ടുമ്പോൾ 3 പേരിൽ നമ്മളെ നിയന്ത്രിക്കുക തന്നെയുള്ളൂ, ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിൽ തിന്മകളുടെ മാതാവായ ഈ പറഞ്ഞ ലഹരിയിലേക്ക് അൽ ഹംറു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവാണ് കള്ള്, മദ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാലോചിച്ച് നോക്കൂ. മാമിൻ അബ്ദിൻ യശ്റബു ബിഹാ ലൻ തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമ. ഒരാൾ ഒരു തവണ കള്ള് കുടിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ 200 വക്ത് ഒരൊറ്റ കുടിക്കാൻ പോകും. അപ്പോൾ പിന്നെ ചോദിക്കും, ഇത് മര്യാദക്ക് കുടിച്ചിട്ടോന് വക്ത് കൂട്ടണോ? നിസ്കരിച്ചാലല്ല വലിയ എത്ര പ്രശ്നം. നിസ്കാരമില്ലാത്തവർക്ക് ഇനിയിപ്പോൾ എത്ര കണക്ക് കൂട്ടാനെന്നാണ്. ഓനക്കല്ല ഈ ഹദീസ്, ഈ ഹദീസ്, മറിച്ച് ഈ തിന്മയിലേക്ക് ഇരുമ്പും കാന്തവും പോലെ ഒഴുകുന്നൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മളെപ്പോലെ മതമറിയുന്ന, മതവുമായി ടച്ചുള്ള നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ഉപദേശങ്ങൾ തന്നെയാണിത്. ആദ്യം സ്വീകരിക്കേണ്ടത് നമ്മളാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റവർക്ക് ഇത് ബാധകമുള്ളൂ, അല്ലേ? ഖുറാൻ്റെ അഹലുകാരല്ലേ ആദ്യം ഖുറാൻ സ്വീകരിക്കേണ്ടത്, എന്നിട്ടല്ലേ മറ്റവനെ നന്നാക്കണ്ടേ. എന്നിട്ട് നമ്മൾ ഖുറാൻ്റെ കോപ്പിയും വെച്ച് ജോസഫിനും മാത്യൂസിനും പിന്നെ കരുണാകരനും കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പം മര്യാദക്ക് നിസ്കരിച്ചാലും പോകില്ല, ഇപ്പം മര്യാദക്ക് ഇസ്ലാമിൻ്റെ പരിപാടിയൊന്നുമില്ല. ദഅവത്ത് തരാണ്, അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് സ്വയം ഇതിൽ നന്നാകേണ്ടത്. മാത്രമല്ല വമൻ മാത ഹുരിമത അലൈഹിൽ ജന്ന, ഒരാൾ മദ്യപാനി ആയിക്കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം അയാളെ തൊട്ട് ഹറാമാണ്. ഹുരിമത അലൈഹിൽ ജന്ന എന്ന നരകം അവന് സ്വർഗം അവന് ഹറാമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം വിശ്വാസം പറഞ്ഞു വഹിയ ഫി ബത്തനഹി, അവൻ വയറ്റിൽ വെച്ചുകൊണ്ട ലഹരി അവസ്ഥയിലാണ് മരിക്കണമെങ്കിൽ. നമ്മളറിയാമല്ലോ, ചില വണ്ടിയൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടിയാണ്ട് പിന്നെ കാണാതെ ആംബുലൻസ് കയറ്റി വിട്ടുകയാണ് പറയും, ഒന്നും പറയേണ്ട വണ്ടിയിലുള്ള നിറച്ച് മണം, കള്ള് പൊട്ടിക്കിടക്കണ്, അത് ഇത്. അപ്പോൾ എന്താ, ആരെ പേര് നോക്കുമ്പോൾ ആധാർ കാർഡ് നോക്കുമ്പോൾ ആരാ? നല്ല അബ്ദുറഹ്മാൻ, മുസ്തഫ, മുജീബ്, അല്ലേ? നല്ല മാപ്പിളാരെ പേരുള്ള അയക്കാരം. ഉള്ളിൽ കുടിച്ചിട്ടാണ് പോവുക. അപ്പോൾ പാട്ടും കേട്ട് കള്ളും കുടിച്ച് ആ അവസ്ഥയിലാണ് മരിക്കണമെങ്കിൽ മീത്തത്തൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണത്തിന് തുല്യമാണ്. ജാഹിലിയത്തിലാണ് മരിച്ചാൽ അങ്ങനെ അതേ രൂപത്തിലാണ് മരണം. മാത്രമല്ല വസഖാഹു തീനത്തുൽ ഖബാൽ, അവർ നാളെ മഹ്ശറിലെത്തി അവർ ഹിസാബ് കഴിഞ്ഞാൽ ഒരു പോകാനുള്ള നരകത്തേക്കാണ്. ആ നരകത്തെ അവർക്ക് കൊടുക്കുന്ന പാനീയം എന്താണ്? തീനത്തുൽ ഖബാൽ. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, മാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബി ഈ തീനത്തുൽ ഖബാൽ? അത് കേട്ടോളി. അറക അഹ്ലിന്നാരി ഔ ഉസാറത്തു അഹ്ലിന്നാർ വഫുറൂജു സുനാ. അറക അഹ്ലിന്നാരി ഔ ഉസാറത്തു അഹ്ലിന്നാർ, അതായത് നരകത്തിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരം, ഈ വേശികളും ഈ തെമ്മാടിത്തരങ്ങളും ചെയ്ത ഈ ആളുകളുടെ ശരീരം ഉണ്ടല്ലോ, അത് ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു തരം വൃത്തികെട്ട ചീഞ്ചലമാണ്. ചീഞ്ചലം, തിളച്ചൊരു തരം ലാവ. ഇതിൻ്റെ പുറമെ ഫുറൂജുസുന. അപ്പോൾ നല്ല ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒരു ചെറീസ് കുത്തിയൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി ഈ വൃത്തികെട്ട പാനീയത്തിൻ്റെ പുറമെ ഫുറൂജുസുന, വേശ്യപ്പെണ്ണുകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒഴുകുന്ന ഒരു പ്രത്യേക വൃത്തികെട്ട ലാവ. ഇവിടെ ശരീരം വെച്ച് സ്ത്രീകൾ അവിടെ ഇങ്ങനെ കത്തിയരിയല്ലോ, മറ്റേ കമ്പി വെക്കണ പിന്നെ ഇതും അൽഫാമുമാതിരി, അതേപോലെ തന്നെ ഷവായമാതിരി അതിങ്ങനെ ഉരുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വൃത്തികെട്ട ആ സ്ത്രീകളുടെ പിന്നെ ഗുഹ്യസ്ഥാനത്ത് ഉറ്റുന്ന ആ ജലവും ഉൾപ്പെടുത്തിയിട്ടാണ് ആർക്ക് കൊടുക്കുക? ഇവർക്ക് കൊടുക്കുക. അപ്പോൾ അള്ളാഹു തആല ദുനിയാവിൽ ഹറാമാണെന്ന് പറഞ്ഞ പാനീയം ഒഴിവാക്കാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിർബന്ധ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയാം, അങ്ങനെ പോയപ്പാടായിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ജാഹിലിയത്തിലൂടെ കടന്നുപോയിട്ടുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും അള്ളാഹു ആ തിന്മകൾ പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യുക? നല്ലോണം നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ശ്രദ്ധ നമ്മളെന്ത് ചെയ്യണം? പുലർത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു പൈശാചികമായ കാലഘട്ടം അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹദീസ് കേട്ടോളൂ.
യഅ്തി സമാനൻ അലാ ഉമ്മത്തി, ഇന്ന് എൻ്റെ ഉമ്മത്തിൽ ഒരു കാലം വരാനുണ്ട്, ഒരു സമാൻ വരും. ആ സമാനിൽ എന്താ ഉണ്ടാകുന്നത്? ഐ യുറബ്ബിയ റജുലൻ ജുറവ്വല അൽ കൽബി, റജുലൻ പിന്നെ ജുറവൽ അൽ കൽബി, അതായത് ഒരാൾ ഒരുത്തൻ്റെ ആൺകുട്ടിനെ, ഒരു ഓനെ വളർത്തിനേക്കാളും ഓനക്ക് നല്ലത് ഒരു മിണ്ടാപ്രാണിയായ നായനെ വാങ്ങി വളർത്തുന്നതായിരിക്കും എന്ന് ആൾക്കാർ പറയും. ചങ്ങായെ ഓനെ ഇജ്ജ് വളർത്തിനു പകരം അതാണ് വിഷം കൊടുത്ത് കൊന്നുകാണ്ട് ഇജ്ജൊരു കുട്ടിനായനെ വാങ്ങി വളർത്തിക്കാളാന്ന് പറയുന്ന ഒരു കാലഘട്ടം അതുപോലെ ആവും. കാരണം എന്ന് പറയുകയാണെന്ത്, ഖൈറുല്ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ, അതായത് എൻ്റെ ഈ മോനെക്കാളും എനിക്ക് ഇപ്പോൾ നല്ലത് അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്നത് ഞാനിപ്പോൾ ഈ വളർത്തിക്കൊണ്ടിരിക്കുന്ന നായിയാണ്, ഈ പട്ടിക്കുട്ടിയാണ് എന്ന് ആളുകൾ പറയുന്നൊരു കാലം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. സത്യത്തിൽ ഇന്നത്തെ സംസ്കാരം തന്നെ അങ്ങനെയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് കൊടുക്കുക പ്രശ്നം. ഇന്നത്തെ സംസ്കാരം തന്നെ എന്താണ്, അങ്ങനെയാണ്. കാരണം മക്കളെ കൊണ്ട് തല പൊന്തിക്കാൻ കഴിയാത്ത വിധം നാണക്കേടിലാകുന്ന രക്ഷിതാക്കൾ, എന്തെല്ലാം തിന്മകളിലാണ് ഇന്ന് പല മക്കളും പോയി ചാടുന്നത്. നമ്മൾ പറയുന്നത് അതൊക്കെ അപ്പുറത്തല്ലേ, ആ നാട്ടിലല്ലേ, അല്ലെങ്കിൽ അവിടെ ഉള്ളവരല്ലേ, ആ കുടുംബമല്ലേ എന്ന് പറയും. പക്ഷേ അത് അവിടെ അല്ലേ ഇവിടെ അല്ലേ എന്ന് പറഞ്ഞ് നാളെ നമ്മളെ അയൽവക്കത്ത് വരും. അത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലതെത്തും. ആ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ബേജാറായിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. മാത്രമല്ല ലാ യഅ്തി സമാനുൻ, വിശ്വാസം പറയുകയാണ്, ഒരു കാലഘട്ടം വരാതിരിക്കുകയില്ല ഇല്ലല്ലദീന ബഅദഹു സമാൻ, അടുത്ത കൊല്ലം അതിനേക്കാളും മോശമായൊരു കാലഘട്ടം വരാതെ. അപ്പോൾ ഇക്കൊല്ലം ഉണ്ടായതിനേക്കാളും മുസീബത്ത് ഇനി വരാൻ പോണ കൊല്ലം ഉണ്ടാവും. അല്ല നമ്മൾ വിചാരിക്കും ഈ 2 കൊല്ലം കഴിഞ്ഞാൽ ഇനി അടുത്ത 5-6 കൊല്ലം ഇനി റാഹത്തായിരിക്കും എന്ന് വിചാരിക്കേണ്ട. ഓരോ കൊല്ലവും അടുത്ത കൊല്ലം മോശമായിട്ടല്ലാതെ കടന്നു വരികയില്ല. ഹത്താ തുൽഖൗ റബ്ബക്കും, ഓരോ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടൊരു വിശ്വാസം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി സബ്അ, ബാദിറു ബിൽ അഅമാൽ അസ്സബ്അ, നിങ്ങൾ 7 കാര്യങ്ങൾ എന്താ അവഗണിച്ചു കൊണ്ടിരിക്കുന്നത്? 7 കാര്യങ്ങളെക്കുറിച്ച്, ബാദിറു ബിൽ അഅമാൽ അസ്സബ്അ, 7 കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താ മറന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ? എന്നിട്ട് വിശ്വാസം പറയുകയാണ്, ഇല്ലാ ഫഖ്റൻ മൻസിയ, വിസ്മരിച്ചു പോകുന്ന ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്. സമ്പത്ത് പെട്ടെന്നായിരിക്കും പോവുക. എപ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊണ്ട് ഇല്ലാതാകാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും എന്തായാലും എൻ്റെ ഒരു പുതിയ ഈ തലമുറ കഴിഞ്ഞ് വേറെ കുട്ടികൾ വരെ ഒന്നും പോകില്ല, വെറുതെ പറയാണ്. എത്രയോ വലിയ ബിസിനസ്മാൻമാർ, വലിയ പണക്കാർ അല്ലേ, എത്ര നാട്ടിലുണ്ട് ഇപ്പോഴും സക്കാത്തിൻ്റെ ഫണ്ടിനും റിലീഫിൻ്റെ കിറ്റിനും വേണ്ടി കാത്തിക്കണവർ. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ പറ്റുമോ? പുറത്തിറങ്ങി ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഓലെ ഗേറ്റിൻ്റെ വണ്ണം കണ്ടാൽ റെസീറ്റ് ആയിട്ട് ആൾക്ക് അങ്ങോട്ട് പോവുകയാണ്. ഓനക്കൊരു 10 രൂപ പോലെ അതിൽ എഴുതിക്കോളിന്ന് പറയാൻ ഓനടുത്തില്ല. അങ്ങനത്തെ എത്ര പുറത്ത് പറയാൻ പറ്റാത്ത ആളുകളുണ്ട്. അതൊക്കെ എന്താ കാരണം? ഒരു കാലത്ത് അള്ളാഹു തആല നിഅമത്ത് കൊടുക്കുമ്പോൾ ആ സമ്പത്ത് അതിനനുസരിച്ച് സ്വരൂപിച്ച് കണ്ടറിഞ്ഞ് ചിലവഴിക്കുന്നവൻ ദാരിദ്ര്യത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്. അത് കാഫിറിനുണ്ടാവും, മുസ്ലിമിനുണ്ടാവും. മുസ്ലിമിന് മാത്രമൊന്നുമല്ല ബർക്കത്ത്. കണ്ടറിഞ്ഞ് ചിലവഴിക്കണവൻ ദാരിദ്ര്യത്തെ ഭയപ്പെടേണ്ടതില്ല എന്നാ. അതിൻ്റെ അർത്ഥം എന്താ? സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമ്മളെ കനാരനുണ്ടെങ്കിലും ജോസഫിനുണ്ടെങ്കിലും ഓർക്കൊക്കെ ദുനിയാവിൽ എന്തുണ്ടാവും? ദാരിദ്ര്യമില്ലാതെ കഴിച്ചിലാവും. അത് അള്ളാഹ് വെച്ചൊരു സ്വഭാവമാണ്. ആ സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതിയല്ലോ. അപ്പോൾ മഴവെള്ളം ശേഖരിക്കാൻ നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തൊരു ടാങ്ക് ഉണ്ടാക്കിയാൽ, നിങ്ങളെ കിണറിൽ വെള്ളം പറ്റിയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അത് ശേഖരിക്കാൻ പറ്റുന്നൊരു അളവുണ്ടല്ലോ. അപ്പോൾ ഈ കിട്ടുന്ന മഴകളൊക്കെ വലിച്ചു പോവുക. അത് സംവിധാനിക്കാൻ ഒരു സ്റ്റോറേജ് ഉണ്ടെങ്കിൽ എത്ര സുഖം. ഇൻവെർട്ടർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കറണ്ട് പോയാൽ വീണ്ടും കത്തിക്കാനല്ലേ. അതേപോലെയാണ് നമ്മൾ സ്വരൂപിച്ച് വെക്കണം. അപ്പം സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സമയം പോലെയാണ്, പിടിച്ചാൽ കിട്ടൂല. അതാണ് പോക്ക്. അപ്പോൾ അത് നമ്മളെ കയ്യിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. വൈനം മുഅ്തഇയ, അതേപോലെ ഔ മറനൻ മുഫ്സിദ, നമ്മെ നശിപ്പിച്ചു കളയുന്ന രോഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ്. അതേപോലെ ഔ ഹറമൻ മുസന്നദ, വാർദ്ധക്യം നിങ്ങളുടെ മുമ്പിൽ വന്നു പോരുന്നതിന് മുമ്പ്. വമൗത്തൻ മുജഹിസ, തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മരണം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ്. ഉണ്ടോ? അപ്പോൾ മരണം വരുന്നതിന് മുമ്പ്, വാർദ്ധക്യമെന്ന അവശത വരുന്നതിന് മുമ്പ്, ദാരിദ്ര്യമെന്ന ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ്, അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം, ഇതൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? യുവത്വം ഉപയോഗപ്പെടുത്തണം. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സമ്പത്ത് ഉപയോഗപ്പെടുത്തണം അല്ലേ? അതേപോലെ തന്നെ രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം ഉപയോഗപ്പെടുത്തണം.
അതേപോലെ തന്നെ പിന്നെ ദജ്ജാൽ വശറുഹ, ദജ്ജാൽ വരുന്നതിന് മുമ്പ്, ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാഹത്തിലും സമാധാനത്തിലും ഒരു ഇബാദത്ത് പരിപാടി ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. അതേപോലെ ലോകം അവസാനിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചത് സ്വഹാബത്ത് ഗൗരവക്കെടുത്തു. അവരതിനെ ഗൗരവത്തോടുകൂടി കണ്ടു. പക്ഷേ നമ്മുടെ നാട്ടിൽ ആളുകൾ അത് ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ. ഇനി മാത്രമല്ല, ഈ അരാജകത്വങ്ങൾ, ലൈംഗികപരമായ അരാജകത്വങ്ങളുടെ വർധനവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് സംഗതികൾ പറഞ്ഞു. ഇപ്പോൾ വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരം കൊണ്ട് അടുത്തു പോകരുത്. ഇന്നവു കാന ഫായിഷത്തൻ വസാ സബീല. കാരണം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഏറ്റവും മ്ലേച്ഛകരമായ വൃത്തികെട്ട ഒരു മാർഗമാണ്. മ്ലേച്ഛകരവുമാണ്, അതോടൊപ്പം തന്നെ അതെന്താണ്? വൃത്തികെട്ട ഒരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് ആ സംസ്കാരത്തിലേക്കാണ് പലപ്പോഴും പെൺകുട്ടികളൊക്കെ പലയിടത്തും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? പലയിടത്തും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം, അവർ കാലഘട്ടത്തിൽ നമുക്കറിയാം അവിടെ നല്ല സ്ത്രീകളുണ്ട്, യുവതികളായ നല്ല ഭംഗിയുള്ള സ്ത്രീ സമൂഹമുണ്ട്. പക്ഷേ ആ സ്ത്രീ സമൂഹത്തെ അവർക്ക് താല്പര്യമില്ല. അവരാരെയാണ് ഇഷ്ടപ്പെട്ടത്? അവരവരെ കൂട്ടത്തിലുള്ള, നമ്മുടെ നാട്ടിൽ പറയല്ലോ രോമം മുളക്കാത്ത ചെക്കന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ, അവർക്ക് അങ്ങനെയുള്ള ആ ആളുകളുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനവധി ഹദീസുകളിലൂടെ ശപിച്ചിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു എന്ത്? പിന്നെ നിങ്ങളുടെ ഖുർആൻ പറഞ്ഞു എന്ത്? സൂറത്തു നൂറിൽ കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകളെ നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? താഴ്ത്തണം. യഹ്ഫദു ഫുറൂജഹുന്ന, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ കുല്ലിൽ മുഅ്മിനൂന യഗ്ളൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളായ പുരുഷന്മാരെ നമ്മളെയും വിളിച്ചിട്ട് പറഞ്ഞു എന്ത്? യഗ്ളൂ മിൻ അബ്സാരിഹിം, നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം. നിങ്ങൾ യഹ്ഫദു ഫുറൂജഹു, നിങ്ങളെ ഫർജുകളെ നിങ്ങൾ സംരക്ഷിക്കണം. അപ്പോൾ കണ്ണുകളാണ് ഈ തിന്മകളിലേക്കൊക്കെ എത്തിക്കുന്ന ഒന്നാമത്തെ ഘടകം. നോട്ടം, കാഴ്ച, അതാണല്ലോ ഒരു ആകർഷണീയത വരുന്നത്, അവിടെയുള്ള മനസ്സിൽ അജബ് വരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ പറയാനല്ലാതെ പ്രാവർത്തികമാക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ടത് സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണെങ്ങനെ പോയി, കാണാൻ കുഴപ്പമില്ലാത്ത നല്ലൊരു ചുരുക്കുള്ള പെണ്ണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണുകൾ എന്ത് ചെയ്യും? അങ്ങോട്ട് നീങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുമകനാണ് ആര്? അലി ബിൻ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു നോക്കി. ഒരു നോട്ടാണ്. പിന്നെ ഒരു നോട്ടം കൊണ്ട് നോക്കിയപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ കവള് റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു, യാ അലി ലാ തുത്തബിഇൻ നദറത്തൻ നദറ, നോക്കിയപ്പോൾ തന്നെ നോക്കണ്ട. ഫഇന്നമാ ലക്കൽ ഊല, ഒന്നാമത്തെ നോട്ടം ഉണ്ടല്ലോ, ബോധപൂർവം അല്ലാത്ത, ഉദ്ദേശപൂർവ്വം അല്ലാത്ത നോട്ടം, അത് എന്താണ്? നമുക്ക് ജായിസാണ്. വലൈസ സാനി, രണ്ടാമത്തത് എനിക്ക് പറ്റൂല. അതിൻ്റെ അർത്ഥം സഹാബികളൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ നോക്കി നടക്കായിരുന്ന അർത്ഥത്തിലല്ലേ പറഞ്ഞത്. നമ്മളെക്കാൾ എത്രയോ 10 മടങ്ങ് സൂക്ഷ്മത പുലർത്തിയ ഉജ്ജ്വലരായ അള്ളാഹു സർട്ടിഫിക്കറ്റ് ചെയ്ത ആളുകളാണ്. പക്ഷേ മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞുകൂടിയ അവൻ്റെ മജ്ജയിൽ മാംസത്തിലുള്ള പല ഹോർമോണുകളിലും ഏറ്റവും ചൂടും ശക്തിയുമുള്ളൊരു ഹോർമോൺ എന്ത്? സെക്സ് ഹോർമോൺ. ഉറപ്പല്ലേ? മറ്റുള്ള ഹോർമോണേക്കാൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള ശക്തിയുള്ളൊരു ഹോർമോൺ എന്താ? സെക്സാണ്. അപ്പോൾ ഈ 3 അക്ഷരം, സെക്സ് എന്ന 3 അക്ഷരത്തിൽ മനുഷ്യനെ കുടുക്കിയിടാൻ പിശാച് ഇന്ന് പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടുള്ളത്. പരസ്യക്കലകൾ, അർദ്ധനഗ്നരായ പെണ്ണുങ്ങളെ ഉദ്ഘാടനം, അല്ലേ? ബോർഡുകളിലൊക്കെ ഉണ്ടല്ലേ, ജ്വല്ലറിൻ്റെ പരസ്യമാണ്. ഉടമസ്ഥന്മാർ പോലും ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളുടെ അർദ്ധനഗ്നമായ ഫോട്ടോസുകൾ വെച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ പള്ളിക്കും മദർസിനും അതുപോലെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ ചെക്കുകൾ എഴുതി വിടുന്ന ആൾക്കാരാണ് അവർ. പക്ഷെ അവരൊക്കെ ബിസിനസ്സുകളിലൂടെ അവർ കരസ്ഥമാക്കുന്ന സമ്പത്തിൻ്റെ സ്രോതസ്സ് എത്രത്തോളം ഹലാലാണ്, തൊയ്യബാണെന്ന് അവർ ചിന്തിക്കണം. വാങ്ങണോലല്ല ചിന്തിക്കേണ്ടത്. വാങ്ങണോല് സത്യത്തിൽ അയാളുടെ ബാഹ്യമായ ഹലാലായ കച്ചവടം കണ്ടിട്ടാണ്. കള്ളച്ചവടക്കാരൻ ബീവറേജ് കോർപ്പറേഷനത്തിൻ്റെ അടുത്ത് ആരെങ്കിലും പോയി പള്ളിക്ക് പൈസ വാങ്ങുമോ? അങ്ങനെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും പറയുന്നുണ്ടല്ലോ, ആ ചങ്ങന്മാരെ പിരിവുകൾ വാങ്ങി, ബല പിരിവുകൾ വാങ്ങി, മറ്റോല പിരിവുകൾ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അധ്യാപകനാട്ടെ 500 റുപ്യ പിന്നെ പള്ളിക്ക് കൊടുത്താൽ ആ പൈസയും ബാക്കിലേക്ക് അന്വേഷിച്ച് പോയാൽ എവിടെ എത്തും? ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന കറൻസി അല്ലേ?
ആ കറൻസി ലോക ബാങ്കിലിരുന്ന് കോടാനുകോടി പലിശ കടത്തിലായിട്ടല്ലേ ഈ പൈസ അധ്യാപകർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഓൻ്റെ പൈസയും വളഞ്ഞ് ചുറ്റി മൂക്ക് കുടിച്ച് അവിടെ എത്തും, ഹറാമൈക്കാരം. അപ്പോൾ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഓൻ്റെ പൈസ സ്വതക്കല്ലേ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുഴിഞ്ഞന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാണെന്ത്, മുസ്ലിം വ്യാപാരികളും വലിയ കച്ചവടക്കാരൊക്കെ ഹറാമ് പോലും ഹലാൽ പോലും ചിന്തിക്കാതെ ഈ രൂപത്തിൽ സെക്സ് എന്ന 3 അക്ഷരത്തിൽ ജനങ്ങളുടെ കണ്ണുകളെ തറപ്പിച്ചുവിടുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നമുക്ക് താക്കീതുകൾ നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇയ്യാക്കും അദ്ഖുലു അല നിസാ, നിങ്ങൾ സ്ത്രീകളുടെ അടുത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം സ്ത്രീകളുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇറിറ്റേഷൻ ഉണ്ടാവും. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചൂടുള്ള ഹോർമോണാണ് ലൈംഗിക ഹോർമോൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കണ്ണിലൂടെ, മൂക്കിലൂടെ, കൈകാലുകളിലൂടെ, ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവങ്ങളിലൂടെ ഒക്കെ അത് പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ സ്വഹാബി നീച്ചിട്ട് ചോദിച്ചു, ഫഖാല റജുൽ മിൻ അൻസാരി അവർ ഐത്തൽ ഹംന അവർ ഐത്തൽ ഹംവ, റസൂലെ ഹംബിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിലും അവിടെ സൂക്ഷിക്കണമെന്ന് വെച്ച്. എന്താ ഈ ഹംബ് എന്ന് പറഞ്ഞാൽ? ഹംബ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അല്ലെ അച്ഛൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അമ്മായി, അമ്മ, ഇങ്ങനെ ആരും ആകാം. ഇവരൊക്കെ അടുത്തിപ്പോൾ അഞ്ചൻ്റെ ഭാര്യൻ്റെ അടുത്ത്, ഇപ്പോൾ നമ്മളെ വീട്ടിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ട്, നമ്മൾ അഞ്ചനാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഓന് വീട്ടിലേക്ക് യഥേഷ്ടം കയറി ചെല്ലും പോരും. കാരണം അവിടുത്തെ ആളാണ്, അവിടെ കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ സത്യത്തിൽ ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകൊടുത്ത് പൊതുജനങ്ങൾക്കിടയിൽ എന്തില്ല, ഒരു നിയമമല്ല ഉണ്ടോ? അവനാണ് പരീക്കല്ല പോണത്, ആരും നോക്കൂല, ഒളിഞ്ഞു നോക്കൂല, സംശയിക്കൂല. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത് പോകുമ്പോൾ മഹറമല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണെന്ത്, ഹംവിൻ്റെ അടുത്ത് പ്രവേശിക്കുമ്പോൾ റസൂലെ വല്ല സൂക്ഷിക്കണോ? റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹംവൽ മൗത്ത്, ഹംവ് മൗത്തിന് തുല്യമാണ്, മൗത്തിന് തുല്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവിടെ. കാരണം എന്താ, ഒരു മറയില്ലാതെ പരസ്പരം സഹകരിച്ചാൽ ഹറാമ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മേഖലയാണെന്ത്? ജ്യേഷ്ഠൻ്റെ ഭാര്യ, അഞ്ചൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത്, അല്ലേ? എത്രത്തോളം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറയുന്ന ഒരു ഹദീസ് കേട്ടങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഹദീസ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഒരു അസറാണ്. അതൊക്കെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വളരെ നല്ലതാണ്. കാരണം നമ്മളിൽ സംഭവിച്ചു പോകാതിരിക്കാൻ നമ്മൾ ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മാവനെ ഒരു സ്ഥലത്തേക്ക് അയച്ചു. ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ സ്വഹാബിയാണ്, ആ സ്വഹാബിയെ ഒരു സ്ഥലത്തേക്ക് അയച്ചു. എന്തിനാരോ? സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി ലൈംഗികത്തിൽ ഏർപ്പെട്ട ഒരുത്തനെ കൊല്ലാൻ. അപ്പോൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? വാപ്പട്ടികളാമ. ഇവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വാപ്പ കെട്ടിയ ആ പെണ്ണുമായിട്ട് ഇയാളെ മകൻ പോയി വ്യഭിചരിച്ചു. അതിന് അയാളെ കൊല്ലാൻ ഓർഡർ ഇട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് 5-1 കണ്ടുകെട്ടാനും പറഞ്ഞു. സ്വത്തിൽ 5-1 പിടിച്ചു കെട്ടും വേണം എന്ന് പറഞ്ഞു. നാലിച്ചു നോക്കൂ. ഫതൂബു ഇലല്ലാഹി അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഖേദിച്ചു മടങ്ങി റബ്ബിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് ശേഷം ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നെസ്സിലൂടെ അങ്ങേറ്റം തെറ്റുകൾ ചെയ്ത അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാര്യത്തോട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ വിശ്വാസം പറഞ്ഞു, 3 കൂട്ടരെ പരലോകത്ത് അള്ളാഹു നോക്കൂല. ആരാ? 3 കൂട്ടരെ അള്ളാഹു തിരിഞ്ഞു നോക്കൂല. റസൂലുള്ളാഹി പറയുന്നത് ആരാണ്? നമ്മൾ കേൾക്കണം. 3 കൂട്ടരെ അള്ളാഹു പരലോകത്ത് തിരിഞ്ഞു നോക്കാത്ത 3 ആൾക്കാർ. അതിൽ ഒന്ന് ഷെയ്ഖുസാനി, പ്രായം ചെന്ന വ്യഭിചാരി. പ്രായം ചെന്ന വ്യഭിചാരി പറഞ്ഞാൽ എന്താ? ഏകദേശം 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ ഏകദേശം പിന്നെ ആനന്ദങ്ങളും ഏറുമോറൊക്കെ കിട്ട്, അല്ലേ? അത്യാവശ്യം ജീവിതത്തിൽ കിട്ടേണ്ട ഒരു ലൈംഗിക ജീവിതം മോന് 10-25 കൊല്ലം കിട്ടി. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60 വരെ കൂട്ടിക്കോളി. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ശരിക്കും ഷെയ്ബ എന്ന് പറഞ്ഞാൽ 45 കഴിഞ്ഞാൽ തന്നെ ഷെയ്ബായി. പിന്നെ 50 എന്ന് പറഞ്ഞാൽ ഷെയ്ബയുടെ കാലഘട്ടമാണ്. 55-60 ഒരു മദ്രസ മൂലിയാരെ പിടിച്ചു, അല്ലെങ്കിൽ വേറെ തന്നെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെൻറ്റാണെങ്കിൽ ഓനെ എറിഞ്ഞാണ്ട് കൊല്ലും. അരക്ക് താഴെ കുഴിയിൽ നിർത്തിയിട്ട് പേപ്പട്ടിന് എറിയണ മാതിരി എറിഞ്ഞാണ്ട് കൊല്ലണം അതിൻ്റെ വിധി. വേറെ വിധിയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും. വിവാഹിതനല്ലെങ്കിലോ ഓന് 80 അടി ചാട്ടവാറ് കൊണ്ട്, 100 അടി. 100 അടി എന്നാൽ എങ്ങനത്തെ അടിയാ? അതിങ്ങനെ ഈ മൂലയന്മാർ ഫിഖി കിതാബിൽ മസാല പറഞ്ഞ മാതിരി പള്ളി കമ്മിറ്റിക്ക് എന്തെങ്കിലും കായ് കൊടുത്തുകൊണ്ട് ഓല ആൾക്കാരുടെ അപ്പനെ കമ്മ്യൂണിസ്റ്റ് അപ്പം വലിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ?
ഞങ്ങനെ ചെയ്യോ വെച്ചാൽ 100 അടി അടിച്ച് വിടുള്ളത്. നല്ല ഇറച്ചി കെട്ട് മേത്തുനിന്ന് ചാട്ടവാർമണ്ട് പോരിൻ്റെ കോലത്തിലുള്ള നല്ല കാന്താരി മുക്കിയ ഏട്ടൻ്റെ എന്താ പറയുക തെരണ്ടി വാല് അല്ലേ, ആ സൈസ് സാധനം കൊണ്ട് അടിച്ചിട്ട് തോലും മാംസം പഴുതിനെടുക്കും. 5 അടീൻ്റെ മേലെ താങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ 100 അടിയാണ് കിട്ടുന്നതോടുകൂടി പിന്നെ ജീവിതകാലത്ത് ഒരു പെണ്ണ് കഴിച്ചിട്ട് പോകണമെന്നാലും ആ വൈക്കവും പോകില്ല. അതാ ഇസ്ലാമിൻ്റെ ശിക്ഷ. പക്ഷെ അതിലേക്ക് എത്താതിരിക്കാൻ അതിശക്തമായ വാതിൽ ഇസ്ലാം സ്ഥാപിച്ചു അല്ലേ. നോട്ടങ്ങൾ നിയന്ത്രിക്കാൻ പറഞ്ഞു, കാതുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞു, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ ലൈംഗികാവങ്ങൾ നിയന്ത്രിക്കാൻ പറഞ്ഞു, ഇസ്ലാമിക വേഷം ധരിക്കാൻ പറഞ്ഞു, അനന്യസ്വരത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു, ഒരു മറക്കപ്പിൽ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, വാതിൽ മുട്ടിയിട്ട് ഉള്ളിൽ കൂടെ നോക്കരുത് എന്ന് പറഞ്ഞു, ബെല്ലടിക്കണമെന്ന് പറഞ്ഞു, ആളില്ലാത്ത വീടാണെങ്കിൽ ഇവിടെ ആണുങ്ങളില്ല പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ പോകണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും പിന്നെയും വെയിൽ ചാട്ടണോനെ പിന്നെ കോലത്തിലല്ലാതെ ഇസ്ലാം ക്രൂരമാണോ? അല്ല. അങ്ങനത്തെ നിയമമുള്ള സ്ഥലത്ത് ഈ പണിയൊന്നും നടക്കൂല. അപ്പോൾ പരലോകത്ത് അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാണ് ഷെയ്ഖുസാനി, പ്രായാധിക്യമുള്ള വ്യഭിചാരി. 2 മലിക്കുൻ ഖദ്ദാബ്, പാച്ച നുണ പറയുന്ന രാജാവ്, നുണ പറയുന്ന രാജാവ്. പിന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന്. ആഇൽ മുസ്തക്ബിർ, പ്രാരാബ്ധക്കാരനായ അഹങ്കാരി. അതായത് പ്രാരാബ്ധമാണ് ജീവിതത്തിലുള്ളത്, പക്ഷേ അഹങ്കാരത്തിനൊരു കുറവില്ല. ഓൻ പായ്യാരക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഓൻ്റെ മൂത്തും നാട്യത്തിലും വർത്തമാനത്തിലും ഒന്നിലും എന്തില്ല, ഒരു വിനയമില്ല, ഒരു സംഗതിയില്ല. ഓ അപ്പോഴും എല്ലാവരും മേലെ ഓൻ്റെ കാല്. അതാണ് പ്രാരാബ്ധക്കാരനായ അഹങ്കാരി. അങ്ങനത്തെ അഹങ്കാരികൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. സഹായം കൊടുത്താലും ആ കൊടുത്ത സംഘടന കുറ്റം പറയും, ആ കൊടുത്ത വ്യക്തിനെ കുടുംബത്തിനെ ഇല്ലാത്തത് പറയും, ആ കൊടുത്ത വ്യക്തിനെ കണ്ടാലും ചിലപ്പോൾ മാറകാവാം അതിൻ്റെ ചെയ്യാതെ ഓയി പണിയൊക്കെ ഉണ്ട് അവിടെ പോവും. ഒരു കിഡ്നി വീക്കായി നാട്ടുകാർ മുഴുവൻ പിരിവിട്ട് ഓനെ അതൊക്കെ മാറ്റിക്കൊടുത്ത് അല്ലേ. അത് കഴിഞ്ഞാലും ഓന് അപ്പുറത്ത് കൂടെ സിനിമക്കും പോവും, തൊള്ളിയിൽ മറ്റേ സെക്യൂരിറ്റി ഉണ്ടാവും, അങ്ങനെ പോകും. പള്ളിക്കൊന്നും വരില്ലൊന്നുമില്ല. ഓൻ വലിയ അഹങ്കാരി. ഇതാണ് പ്രാരാബ്ധക്കാരനായ അഹങ്കാരി. അള്ളാഹ് തിരിഞ്ഞു നോക്കൂല പരലോകത്ത്. ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, അയ്യു ദംബിൻ അഅ്ലമ യാ റസൂലല്ലാഹ്, കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള കുറ്റം ഏതാണ്? അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് നിൻ്റെ റബ്ബാണ് എന്നിരിക്കെ അവന് നീ പങ്കാളിയേക്കാണ്, അതാണ് ഏറ്റവും വലുത്. സുമ്മ അയ്യു, പിന്നെ ഏതാണ് റസൂലെ? അൻ തഖ്തുല വലദക ഖശിയത അൻ യുത്ഇമ മഅക, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് എൻ്റെ കുട്ടികളെ കൊല്ലുക, അതാണ് അള്ളാഹു താല വലിയ പാപമായിട്ട്. പിന്നെ സുമ്മ അയ്യോ, പിന്നെ ഏതാന്ന് ചോദിച്ചു? അൻ തുസാനി ഹലീലത്ത ജാരിക, അയൽവാസിയായ പെണ്ണിനെ വ്യഭിചരിക്കുക, തൻ്റെ അയൽവാസിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുക. ഏറ്റവും വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരുത്തൻ, ആ ഒരുത്തൻ തന്നെ ആ പെരിയിൽ ഓനറിയാതെ ഓൻ്റെ പെണ്ണുങ്ങളായിട്ട് അഭീത ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. മാത്രമല്ല റസൂലുള്ളാഹി പറയാണ്, അല്ല പണ്ഡിതന്മാർ പറയണം, 10 സ്ത്രീകളെ വ്യഭിചരിച്ചതിന് തുല്യമാണ്. 10 സ്ത്രീകളെ വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ത്? അയൽവാസിയുടെ ഭാര്യ വ്യഭിചരിച്ചാൽ. അവർക്ക് നരകത്തിലുള്ള ശിക്ഷകൾ പണ്ഡിതന്മാർ പറഞ്ഞു. യജിദു അഹ്ലിൻ നാരി റാഹിയത്ത് മുന്തിന, വളരെ ദുർഗന്ധമുള്ള വമിക്കുന്ന ഒരു മണം ഇങ്ങനെ നരകത്തിൽ ഇങ്ങനെ അടിച്ചു വീശും. അപ്പം മാ വജത്തും, എന്താണ് ഈ വൃത്തികെട്ട മണം എന്ന് പരസ്പരം എല്ലാം ചോദിക്കും. അപ്പോൾ പറയുന്നത് ഫയുക്കാലുഹും ആദിഹി റീഹു ഫുറൂജുസുന, അത് വേശ്യപ്പെണ്ണുങ്ങളുടെ ഉയസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു ദുർഗന്ധമാണ്. അപ്പോൾ നരകത്തിലെ ആൾക്കാർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമായി മാറുന്ന അവസ്ഥയാണ്. നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെ ഈ ഹദീസിൻ്റെ ഇത് പൂർത്തീകരിച്ചത് കഴിഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, വജത്തുമൂഹു യഅമലു അമലൻ ഖൗമ ലൂത്തിൻ ഫഖ്തുലൂഹു ഫാഇൽ വൽ മഫ്ഊൽ ബിഹി, അതായത് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ ജനത ചെയ്ത പണി ചെയ്യുന്നവനെ നിങ്ങൾ കണ്ടാൽ ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊന്നുകളയണം. എന്നാൽ അങ്ങനത്തെ ആൺകുട്ടികളെ ചെക്കന്മാരെ കൊണ്ടുപോയി റൂമെടുത്ത് ആരുമില്ലാത്തടത്ത് ഉപയോഗിക്കുന്ന അതിൻ്റേതായ ആൾക്കാരുണ്ടല്ലോ, ആ നിലമ്പ് രോഗികൾ, ഓനെയും കൊല്ലണം, ഓനക്ക് കടന്നുകൊടുത്ത ചെക്കനെയും കൊല്ലണം. ആ കോലത്തിലാണ്, അതിനെ ഗൗരവത്തോടു കൂടിയാണ്. മാത്രമല്ല സയകൂനു ഫി ആഖിരി സമാനി ഉമ്മത്തി ഖൗമൻ, എൻ്റെ ഉമ്മത്തിൽ പിൽക്കാലത്ത് കുറച്ച് ആൾക്കാർ വരും. എത്ര കറക്റ്റാണ് റസൂലുള്ളാഹി ഇവിടെ വാക്ക് നോക്കൂ. അവർ ആണുങ്ങളെ കൊണ്ട് റിജാലുഹും ബി റിജാലിം ബി നിസാഉം ബി നിസായി, ആണുങ്ങളെ കൊണ്ടും പെണ്ണുങ്ങളെ കൊണ്ടും മതിയാക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ എത്രയോ വ്ളോഗർമാർ? എന്താണ് ഈ ജനറാലിറ്റിയാണ്. എന്താ ജനറാലിറ്റി? ആണും കല്യാണം കഴിച്ചിരിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഇൻഷാ. അപ്പോൾ ഇതാണ് എന്നതാ കേട്ടോ, നിസാ എന്നിട്ട് പറയാം, ഫക്കാന ദാലിക ഫർത്തഖിബു ഖൗമ ലൂത്തിൻ,
ആ അവസ്ഥ വന്നാൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ ശിക്ഷ നിങ്ങൾ ഭയപ്പെടുക. എന്താണ് ആ ശിക്ഷ? ഐ ഉർസിലല്ലാഹുമിൻ ഹിജാറത്തും മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിച്ച കല്ലുകൾ കൊണ്ട് ആ മഴ പെയ്യിപ്പിക്കും. ഇതും കൂടെ കേട്ടോളൂ. അതിൽ പറഞ്ഞാണ് ലാ തദ്ഹബു അല്ലയാലി വലയ്യാം ഹത്താ തസ്തഹിലു ആദിഹിൽ ഉമ്മത്തി അദ്ബാർ റിജാൽ. കാലം കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ പുരുഷന്മാരുടെ മലദ്വാരത്തെ ഹലാലായി കാണും. റസൂലുള്ളാഹി പറഞ്ഞ വാക്കാത്, ഇസ്ലാമിലെ വാക്കാണത്, അശ്ലീലല്ല, തോന്നിയാസല്ല, വൃത്തികെട്ട് പറയല്ല, ഹബീബ് പറഞ്ഞ വാക്കായി പറയുന്നത്. ലാ തദ്ഹബു അല്ലയാലി വയ്യല്ലയ്യാമു ഹത്താ തസ്തഹിലു ആദിഹിൽ ഉമ്മത്തി അദ്ബാർ റിജാൽ. ദുബുർ എന്താ? മൂലം. റിജാൽ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനം ഹലാലായി കാണുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരും. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മലദ്വാരം ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗിക ജീവിതത്തിൽ മലദ്വാരം എന്താണ്? ഹറാമാണ്. മൽഊൻ മൻ അതാ ആയിലൻ ഫീ ദുബ്രിഹാ അവ ഇംറഅതി. ആർത്തവ സമയത്തോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബന്ധപ്പെടാൻ പാടില്ല, അതുപോലെ മലദ്വാരത്തിലൂടെയും ബന്ധപ്പെടാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ സംഭവം. ഇതിനുമായി ബന്ധപ്പെട്ട ആയത്തുണ്ട്, നിസാഉൻ അർസുലക്കും, സ്ത്രീകൾ നിങ്ങളെ കൃഷിയിടമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് പ്രവേശിച്ചോളൂ എന്നാണ്. ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ സംഭവം എന്താണോ? മക്കയിലുള്ള ആളുകൾ ഹിജ്റ പോയല്ല, മുഹാജിറുകളാണല്ലോ. മക്കക്കാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മദ്യം പെണ്ണ് അതിൽ മുങ്ങിക്കുളിച്ച മനുഷ്യന്മാരാണ്. എങ്ങനെയായാലും മദീനക്കാരെക്കാൾ കൂടുതൽ കുറച്ച് ലൈംഗിക ആസക്തിയും താല്പര്യമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും മദീനത്തെത്തിയ മുഹാജിറുകൾക്ക് അൻസാരികളാണ് ഇണകളായി കിട്ടിയത്, അല്ലേ? 2 ഭാര്യമാരുള്ള ഒരാളെ തൊലാക്കലി കൊടുത്തു. അവരെന്ന് പറഞ്ഞാൽ അവർ പൊതുവേ ഒരു ശാന്തരാണ്, സൗമ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പോയ മാപ്പിളാർ അവിടുത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ ഇവിടുന്ന് ചെയ്തതിൻ്റേതായ ചില ലൈംഗികപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. അപ്പോൾ ചിലവർ താല്പര്യം പ്രകടിപ്പിച്ചില്ല, സമ്മതിച്ചില്ല. മുഹമ്മദ് നബി പറയാതെ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരൂല എന്ന് റസൂലുള്ളാഹിന്റെ അടുത്തെത്തി ചോദിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചാൽ നേർക്ക് നേരെ, അതായത് മുൻഭാഗത്തിലൂടെ ഉള്ളതിന് പകരം ചില രൂപങ്ങളിലൂടെ ബാക്കിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? മലദ്വാരമല്ലാത്ത ബാക്കി ഏത് രൂപങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ആർത്തവ സമയവും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതല്ലാത്ത രൂപത്തിലുള്ള സംഗതികൾ പ്രയോജനപ്പെടുത്താം, ഉപയോഗപ്പെടുത്താം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. അതൊക്കെ ഇസ്ലാമിൽ അനുവദിച്ച മേഖലയായതുകൊണ്ടാണ് പറയുന്നത്. ഹറാം ഒരിക്കലും ചെയ്യാനും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അന്ത്യനാളുടെ അടയാളമായി ഇത്തരത്തിലുള്ള എല്ലാ അരാജകത്വത്തിലേക്കും ഈ സമുദായം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കാണുന്നു, നമ്മുടെ അനുഭവങ്ങളിൽ നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്വയം ശുദ്ധിയാവുക, നമ്മുടെ ഭാര്യമാർ, മക്കൾ, കുടുംബത്തെ നാം പരമാവധി ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാ അർബുദങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സമുദായത്തെയും അള്ളാഹു മനുഷ്യരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.